ഇറാൻ്റെ ധൈര്യത്തിന് മുൻപിൽ വിറങ്ങലിച്ചു പോയ അമേരിക്കയെയാണ് ഇന്നലെ ഒമാനിൽ വെച്ച് കാണാനായത്. അറേബ്യൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെക്കുറെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ താണ് കേണ് അപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് അമേരിക്ക കണക്ക് കൂട്ടി. പക്ഷേ കാര്യം പ്രതീക്ഷിച്ച രീതിയിലേക്കല്ല മാറിയത്. തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ചയാകാവൂ എന്ന് ഇറാൻ ആദ്യം തന്നെ നിർദ്ദേശം വെച്ചു. ഒടുവിൽ അമേരിക്കയ്ക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സമാധാന ആവശ്യത്തിലുള്ള ആണവായുധ നിർമ്മിതിയിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കയെ അനുവദിക്കില്ലെന്ന് ഇറാൻ തീർത്ത് പറയുകയും ചെയ്തു. അതോടെ ഈ ചർച്ച എവിടെ എത്തിക്കണം എന്ന ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക നേരിട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ബദ്ര സുവൈദി ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ 3 ഘട്ടങ്ങളിലായി ഒമാൻ്റെ പാലസിൽ വെച്ച് ചർച്ച നടത്തിയത്. രാവിലെ ഒരു ഘട്ടം, പിന്നീട് 2 മണിക്ക് ഒരു ഘട്ടം, പിന്നീട് വൈകിട്ട് 3ാമത്തെ ഘട്ടം. ഈ തരത്തിലാണ്. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന അമേരിക്കയുടെ പ്രതിനിധിയാണ് പ്രാധാന്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് വേണ്ടി അതിൽ പങ്കുവഹിച്ചത്. പിന്നീട് ജറദ് കുഷ്നർ എന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവുമായിരിക്കുന്ന അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ചർച്ച നടക്കുന്നതിനിടയിൽ അമേരിക്കയുടെ സൈനിക മേധാവി മധ്യസ്ഥൻ്റെ റോളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഇറാനെ വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിച്ചു. അതവർ പറയുകയും ചെയ്തു. പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു സൈനിക നടപടിയിലേക്ക് വരുന്ന തരത്തിലുള്ള അമേരിക്കയുടെ ഇടപെടലുകൾ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് ഇറാൻ തുറന്നു പറയുകയും അതനുസരിച്ച് അദ്ദേഹത്തെ ഈ ചർച്ചാ പരിപാടിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏറെക്കുറെ ചർച്ച മുന്നോട്ട് പോയി ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. മധ്യസ്ഥർ എന്ന് പറയുന്ന സമയത്ത് ഇറാനെ പ്രതിനിധീകരിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് പങ്കെടുത്തത്. പിന്നീട് ഖത്തറിലെയും ഈജിപ്തിലെയും തുർക്കിയുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇവരാണ് മധ്യസ്ഥരായിട്ട് നിലയുറപ്പിക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ളൊരു ചർച്ചയല്ല അവിടെ നടന്നത്. അമേരിക്കയും ഇറാനും പരസ്പരം അഭിമുഖമായി ഇരുന്നു കൊണ്ടുള്ളൊരു ചർച്ചയല്ല. പകരം ഇറാന് പറയാനുള്ള കാര്യങ്ങൾ അവർ മധ്യസ്ഥരോട് പറയുന്നു, മധ്യസ്ഥർ അത് അമേരിക്കയോട് പറയുന്നു. അമേരിക്കക്ക് പറയാനുള്ള കാര്യങ്ങൾ മധ്യസ്ഥരോട് പറയുന്നു, മധ്യസ്ഥർ അത് ഇറാനോട് പറയുന്നു. ഈ തരത്തിലാണ് സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു മധ്യസ്ഥ നിയന്ത്രണത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കർക്കശമാക്കി ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയുന്നതോടനുബന്ധിച്ച് തന്നെ ഈ മിസൈൽ പരീക്ഷണം അവിടെ നടത്തുകയും ചെയ്തു. ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്കക്ക് വിളറിക്കൊണ്ട കാര്യമാണ്. കാര്യം അവരുടെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ 3 ഒന്ന് മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണ്. അതിൽ അഭിപ്രായം പറയാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല, തങ്ങൾ അതോട്ട് അംഗീകരിക്കുകയില്ല. ആ വിഷയമാണ് അവർ പറഞ്ഞത്. ഇതോടെ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ വെട്ടിലായി. കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ പറയുന്ന നിലപാടിനനുസരിച്ചിട്ട് നീങ്ങേണ്ട ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യ രാജ്യത്തിന് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം. അതിനോടനുബന്ധിച്ച് പിന്നീട് 2ാം ഘട്ടം വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒരു ഭയപ്പാടോടുകൂടി ഇറാൻ മനസ്സിലാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പൗരന്മാർ ഇറാനിൽ നിന്ന് രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു. അതായത് രാജ്യത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. ആ സമയത്താണ് ഇറാൻ്റെ സോഷ്യൽ മീഡിയ ഉണർന്ന് പ്രവർത്തിച്ചത്. അതിന് അമേരിക്കൻ പൗരന്മാർ എവിടെയാണ് ട്രംപെ ഇറാനിലുള്ളത്, നിങ്ങളതൊന്ന് കാണിച്ചു തരണം, അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നൊന്ന് പറയണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 45 വർഷമായി നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് ഇറാനും
അമേരിക്കയും തമ്മിൽ 979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം 980 നയതന്ത്ര ബന്ധം അറ്റുപോവുകയും അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കി അവിടുത്തെ ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അത് 444 ദിവസമെങ്കിലും ഇവരുടെ കൈവശത്തിൽ ബന്ദികളായി എന്നുള്ള ചില റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ 980 ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2026 വരെയുള്ള നീണ്ട വർഷം, അത്രയും വർഷത്തിനിടയിൽ ഒരു ബന്ധവും നയതന്ത്ര തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഇല്ല. അങ്ങനെയുള്ള നയതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യത്തേക്ക് പൗരന്മാരയക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാത്തതാണ്. നയതന്ത്ര ബന്ധമില്ലെങ്കിൽ പിന്നെ വിസ കിട്ടണമെങ്കിൽ തന്നെ മറ്റ് രാജ്യത്തെ ആശ്രയിച്ച് കൊണ്ടുവേണം അങ്ങനെ ചെയ്യാൻ. അതിൽ ഒമാനൊക്കെയാണ് അതിൽ വലിയ രീതിയിൽ പങ്ക് വഹിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലോ അവരിലോ അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ പിന്നീട് കൈമാറ്റം ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് ഏതായാലും ലക്ഷ്യത്തിലെത്താറുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 100ഓളം അമേരിക്കൻ പൗരന്മാർ ഉണ്ട് എന്നായിരുന്നു പറയപ്പെട്ടത്. അമേരിക്കൻ പൗരന്മാർ എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കൻ പൗരത്വമുള്ളവരല്ല, പകരം ഇരട്ട പൗരത്വമുള്ളവരാണ്. ഇറാനികളായിരിക്കുന്ന ആളുകൾ അമേരിക്കയിൽ പൗരത്വം എടുത്ത ഇരട്ട പൗരത്വമുള്ളവർ. അതിൽ ഇല്ലാത്തവർ 20 പേരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നു. അവരെല്ലാം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായിരിക്കുന്ന സമയത്ത് മറ്റ് അതിർത്തി രാജ്യങ്ങളിലൂടെ, അതായത് അസർബൈജാൻ, തുർക്കി പോലെയുള്ള അതിർത്തി രാജ്യങ്ങളിലൂടെ രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് യഥാർത്ഥത്തിൽ ഔദ്യോഗികപരമായ രീതിയിൽ ഇത്ര പേരുണ്ട് എന്ന് പറയാൻ അമേരിക്കക്ക് പോലും സാധിക്കാത്ത വിധമാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം. അപ്പോൾ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ലോകം പെട്ടെന്ന് കേൾക്കുക. സത്യത്തിൽ ഒരു അമേരിക്കൻ പൗരനെങ്കിലും അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കാത്ത വിധമാണ് അവിടുത്തെ സംവിധാനം എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ വന്നത്. ആദ്യം തന്നെ തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ചിട്ട് ഈ ചർച്ചാ കാര്യങ്ങൾ അമേരിക്ക തീരുമാനിക്കുകയും ഇറാനെ അങ്ങോട്ട് മധ്യസ്ഥർ മുഖാന്തരം ക്ഷണിക്കുകയും ചെയ്തു. ഇറാനാണ് പറഞ്ഞത് ഇസ്താംബുളിനോട് തങ്ങൾക്ക് താല്പര്യമില്ല, അവിടെ ഞങ്ങൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതും, തങ്ങൾ ചർച്ച നടത്തേണ്ടത് ഇറാനിൽ ഒമാനിൽ വെച്ചാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഒമാനിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നത് എന്ന് ചുരുക്കം. ഇപ്പോൾ ട്രംപ് 15 സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഈ കാര്യങ്ങളൊന്നും യുദ്ധം ചെയ്ത് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നെ അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് വല്ലാതെ ശ്രമിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അപ്പോൾ ഈ ചർച്ച ഇന്നലെ അവസാനിച്ചു, എവിടെയും എത്താത്തൊരു രീതി വന്നപ്പോൾ പിന്നീട് ഇറാനിലെ കുറച്ചും കൂടി സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ പെട്രോളിയം ഉണ്ടാക്കുന്ന കമ്പനികൾ, എണ്ണ കമ്പനികൾ 15ഓളം സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പെട്രോൾ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് 14 കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തി. 15 സ്ഥാപനങ്ങൾക്കും 14 കപ്പലുകൾക്കും. അവിടെ അവസാനിച്ചിട്ടില്ല. പിന്നീട് ട്രംപ് പറയുന്നത് ഇറാനുമായുള്ള പരോക്ഷ വ്യാപാരമാണെങ്കിലും പബ്ലിക് വ്യാപാരമാണെങ്കിലും ആ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് 25% നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തു. അപ്പോൾ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം ഇറാനിൽ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ അമേരിക്ക ചെയ്തത് എന്ന് ചുരുക്കം. എന്നാൽ ഇറാൻ അതിന് പ്രതികരിച്ചു. തങ്ങൾ കഴിഞ്ഞ 50 വർഷത്തോളമായി ഉപരോധം അതിജീവിച്ച് വരുന്ന രാജ്യമാണ്, തങ്ങൾക്കത് ഉപരോധം ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഉപരോധ കാലത്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് രൂപപ്പെട്ടത്. സൈനികമായും സംഘപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇറാനെ പ്രാപ്തമാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഉപരോധമാണ്. ഉപരോധത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ അതിനെ പ്രതികരിച്ചത്. ഇതും അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പ്രയാസമായി.